ഈ തെരഞ്ഞെടുപ്പിൽ BJP ഒരു നിർണായക ശക്തിയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ മാധ്യമങ്ങൾ ഇത്രത്തോളം BJPക്ക് നേരെ മാത്രം തങ്ങളുടെ ക്യാമറകൾ തിരിച്ചു വെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുൻപെങ്ങും നാം കണ്ടിരുന്നില്ല. ലോക്സഭയിൽ നമ്മൾ കണ്ടിരുന്നില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ ഈ നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ എല്ലാ മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ BJPയുടെ വിന്നിംഗ് സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പിന്നാലെ ചുറ്റിത്തിരിയുന്നു. ചെറിയ എന്തെങ്കിലും വാർത്ത കിട്ടിയാൽ ഊതിപ്പിരിപ്പിച്ച് കുളമാക്കാമോ എന്ന് ചിന്തിക്കുന്നു. ഇവിടെ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങളെല്ലാം BJPയുടെ നേരെ തിരിയുന്നു എന്ന് ചോദിച്ചാൽ BJPയുടെ ശക്തി മാത്രമല്ല അതിന് കാരണം, മറ്റൊന്നുകൂടിയുണ്ട്. അത് അധികമാർക്കും അറിയാത്ത, എന്നാൽ ഈ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നാളിതുവരെ BJPയുടെ കടന്നുവരവിന് തടയിടാനായി അവർ ഉപയോഗിച്ച ഒന്നുണ്ടായിരുന്നു. അവരുടെ പക്കലുള്ള വജ്രായുധം അത് മറ്റൊന്നുമായിരുന്നില്ല, ക്രോസ് വോട്ടിംഗ് ആയിരുന്നു. അത് മഞ്ചേശ്വരത്തായാലും നേമത്തായാലും കഴക്കൂട്ടത്തായാലും പാലക്കാടായാലും ഒക്കെ ഭംഗിയായി ഇടതിനും വലതിനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിന്ന് ക്രോസ് വോട്ടിങ്ങിലൂടെ BJP കടന്നു വരുന്നത് തടയിട്ടിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അടിപതറി. ഇനി ക്രോസ് വോട്ടിംഗ് ചെയ്യാൻ കഴിയില്ല. സാധാരണഗതിയിൽ ഒരു മത്സരം നടക്കുമ്പോൾ മത്സരത്തിൽ നിൽക്കുന്ന ആളുടെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, വിജയം. പക്ഷെ കേരളത്തിൽ നാളിതുവരെ അങ്ങനെ ആയിരുന്നില്ല. പരാജയപ്പെടുന്നവന്റെ മനസ്സിൽ ഒന്നുണ്ടായിരുന്നു, അടുത്ത 5 വർഷം കഴിയുമ്പോൾ താൻ വിജയിയാകുമെന്ന്. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം സഹകരിച്ച് വോട്ട് ചെയ്ത് ഓരോരുത്തരെ അധികാരത്തിലേറ്റി. ഈ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിക്കില്ല എന്ന് അവർക്കറിയാം. കാരണം ഇവിടെ പരാജയപ്പെടുന്നവൻ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ആ അന്തരീക്ഷം മാറി മറിഞ്ഞിരിക്കും. നിലവിൽ തന്നെ കേരളത്തിന്റെ അന്തരീക്ഷം മാറി മറിഞ്ഞിരിക്കുന്നു. ഇവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ആ പടുകുടിയിൽ നിന്ന് ഒരിക്കലും കോൺഗ്രസ് കയറി വരില്ല. ഇടതുപക്ഷമാണ് പരാജയപ്പെടുന്നെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കാൽച്ചോട്ടിലെ മണ്ണ് നിമിഷ നേരം കൊണ്ട് ഒലിച്ചിറങ്ങി കാവിപ്പടയുടെ കൂടാരത്തിലേക്ക് കടിഞ്ഞുകൂടും. ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ. ഇതുകൊണ്ട് തന്നെ കേരളത്തിൽ ക്രോസ് വോട്ടിംഗ് എന്ന ആ പരമ്പരാഗത പാറ്റേൺ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കേരളത്തിൽ നാം കണ്ടുവരുന്ന പ്രതിഭാസം, കേരളത്തിലെ BJPക്കാർ നിലവിളിച്ചുകൊണ്ടിരുന്ന പ്രതിഭാസം, എല്ലായ്പ്പോഴും സുരേന്ദ്രനും മുരളീധരനും പത്രസമ്മേളനത്തിലെ ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇന്നവർ ആ ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ച് ഭയക്കുന്നില്ല, സംസാരിക്കുന്നില്ല. കാരണം ആ ക്രോസ് വോട്ടിങ്ങിനെ മറികടന്നുകൊണ്ട് ജനം BJPക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പല മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ BJPയുടെ പ്രതീക്ഷകളെ കവച്ചു വെച്ചുകൊണ്ടുള്ള ഒരു വിജയം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല. അത്തരത്തിലേക്ക് ജനത്തിന്റെ സൈക്കോളജി മാറിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ത്രിപുരയിലും ബംഗാളിലും ഒഡീഷയിലും ഒക്കെ അവർ അധികാരം പിടിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കണം. കേവലം 2% വോട്ട് മാത്രമാണ് ത്രിപുരയിൽ ഉണ്ടായിരുന്നത്. ഒറ്റ ദിവസം കൊണ്ടെല്ലാം മാറി മറിഞ്ഞു. ആ വന്ന തിരഞ്ഞെടുപ്പിൽ BJP 43% വോട്ട് നേടി ഭരണം പിടിച്ചെടുത്തു. അതായത് ജനത്തിന്റെ സൈക്കോളജി ഏത് നിമിഷവും മാറി മറിയാം, ട്വിസ്റ്റുകൾ സംഭവിക്കാം. ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഇത്രയും കാലം BJP വോട്ട് ചെയ്യാതിരുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർ ഇത്തവണ ഉറച്ചൊരു തീരുമാനം പല മണ്ഡലങ്ങളിലും എടുത്തിരിക്കുന്നു. ആ വോട്ട് ഒഴുകുക തന്നെ ചെയ്യും താമര ചിഹ്നത്തിൽ. ഇത് തന്നെയാണ് ഇടതു വലതു മുന്നണികളെ ഭയപ്പെടുത്തുന്നതും. അതുകൊണ്ട് തന്നെ പാർട്ടി വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തേണ്ടത് ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു. കാരണം ഇടതുപക്ഷത്തിന്റെ വോട്ട് ഉറപ്പിച്ചു നിർത്തിയില്ല എങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം അവർക്ക് നഷ്ടപ്പെടും. ആ അംഗീകാരം കുറച്ചെങ്കിലും നിലനിർത്തണമെങ്കിൽ 4 സംസ്ഥാനങ്ങളിലെങ്കിലും അവർക്ക് കുറഞ്ഞത് നിശ്ചിത ശതമാനം വോട്ട് വിഹിതമെങ്കിലും കാണിക്കണം. അതിലേറ്റവും കൂടുതൽ കാണിക്കാൻ അവർക്ക് കഴിയുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പരമാവധി MLA-മാരെ ജയിപ്പിച്ചെടുക്കേണ്ടത് CPM-ന് വലിയൊരു ബാധ്യതയാണ്. ബാധ്യത എന്ന് മാത്രമല്ല, ജീവൻ മരണ പോരാട്ടമാണ്. ജീവനും ജീവിതവും നിലനിർത്തണമെങ്കിൽ ദേശീയ പാർട്ടിയെ തുടർന്നേ പറ്റൂ. ഏതായാലും എന്തൊക്കെ മുഷ്ക് കാണിച്ചാലും അതിനി അധിക നാൾ ഉണ്ടാകില്ല. കാരണം ദേശീയ പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത് സാങ്കേതികത്വത്തിന്റെ പേരിൽ മാത്രമാണ്. ആ സാങ്കേതികത്വം അവസാനിക്കുകയാണ്. അതിനു മുമ്പ് അവർക്ക് പിടിച്ചു നിൽക്കാൻ ഇവിടെ ഒരു വലിയ വിജയം അനിവാര്യമാണ്. വോട്ട് മറിച്ചു കൊടുത്ത് UDF-ന് ഒരു സീറ്റെണ്ണം കൂട്ടിയാൽ പിന്നീട് നോക്കിയിരിക്കേണ്ടി വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണ അതുണ്ടാകില്ല. UDF ആകട്ടെ LDF-ന് വോട്ട് മറിച്ചു കൊടുത്ത് അവരുടെ എണ്ണം കൂട്ടാനും ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ഇപ്പോൾ തന്നെ പരിങ്ങലിലാണ്. അവർ ഉദ്ദേശിച്ച പോലെയല്ല കാര്യങ്ങൾ. മുൻകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈസി വാക്ക് ഓവർ ആയിരുന്നു. LDF ഇല്ലെങ്കിൽ UDF ഇല്ലെങ്കിൽ LDF. ഇപ്പോഴത് പാടെ മാറി മറിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, സാധാരണപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ അവർ മൂന്നാമതൊരു ഓപ്ഷൻ കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ കാലം അത്രയും ഒരു മൂന്നാമതൊരു ഓപ്ഷൻ ജനത്തിനില്ലായിരുന്നു. അതുകൊണ്ട് പലരും നോട്ടേക്ക് വോട്ടുകുത്തി, ഇല്ലെങ്കിൽ സ്വതന്ത്രന്മാർക്ക് വോട്ടുകുത്തി. ചിലർ നിരാശാഭരിതരായിരുന്നു. ഇന്നാർക്കും നിരാശയില്ല. BJPയുടെ വിന്നിംഗ് സാധ്യതയുള്ള ഏതാണ്ട് 30ഓളം മണ്ഡലങ്ങളുണ്ട്. ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായ 30 മണ്ഡലങ്ങളെക്കുറിച്ച് സമഗ്രമായി പ്രേക്ഷകരുമായി സംവേദിച്ചിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ആ 30 മണ്ഡലങ്ങളിൽ തീപാറുന്ന പോരാട്ടമല്ല. അല്പം പിന്നോക്കം നിന്ന മണ്ഡലങ്ങളൊക്കെ ഇപ്പോൾ കയറി വരുന്ന കാഴ്ചയാണ്. അതിലേറ്റവും ഉദാത്തമായ മാതൃക ആറന്മുളയിലാണ്. ആറന്മുളയിൽ വലിയ മുന്നേറ്റം നടത്താൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, പഴയകാല സംഘ BJP പ്രവർത്തകർ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന കാഴ്ച. കാരണം ആറന്മുളക്കാർക്ക് ഒരു വിഷമമുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കുമ്മനത്തെ പ്രതീക്ഷിച്ചു.
കിട്ടിയത് മറ്റൊരു ഉമ്മനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ നിരാശയും വിഷമവുമായിരുന്നു. വോട്ട് കുത്തനെ താഴോട്ടിടിഞ്ഞു. ഇത്തവണ വോട്ട് ഇടിയുകയല്ല ഉണ്ടാകുന്നത്, പകരം വോട്ടുയർത്തി തങ്ങളുടെ കുമ്മനത്തെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. കുമ്മനത്തെ സംബന്ധിച്ച് ചെങ്ങന്നൂർ കുടുംബം പോലെയാണ്, അത്രത്തോളം ആത്മബന്ധമുള്ള ഒരു മണ്ഡലം. അങ്ങനെ അനവധി മണ്ഡലങ്ങൾ. തിരുവല്ലയിലും വലിയ മുന്നേറ്റം തന്നെയായിരിക്കും BJP ഉണ്ടാക്കുന്നത്. ആദ്യം കണ്ട പ്രതിഭാസമല്ല ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന്റെ തീയതി അടുത്ത് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്ത മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരുപാട് മണ്ഡലങ്ങൾ വരുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യം പറഞ്ഞ 30 മണ്ഡലങ്ങളിൽ ഈ തിരുവല്ലയും ആറന്മുളയും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതിൽ വലിയ അത്ഭുതങ്ങളൊന്നും തോന്നുന്നില്ല. മറിച്ച് മറ്റു ചില മണ്ഡലങ്ങൾ, അതിലൊന്ന് വൈക്കമാണ്. വല്ലാത്തൊരു മുന്നേറ്റം തന്നെ വൈക്കത്തുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നാളിതുവരെ BJPക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി മുന്നേറ്റം. ഇടതുപക്ഷ കോട്ടകളെല്ലാം ചോർന്നൊലിച്ച് പോരുന്ന അവസ്ഥ. അവിടെ CPM അക്രമം, CPM അല്ല CPIക്കാർ അക്രമം അഴിച്ചുവിടുന്ന വാർത്തകളും വരുന്നുണ്ട്. ഇതിനിടയിൽ പാലയിലും പൂഞ്ഞാറിലും നടക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഇലക്ഷൻ വർക്കാണെന്ന് കൂടി പറയാതിരിക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് മധ്യ കേരളത്തെ സംബന്ധിച്ച്. തെക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ BJPക്ക് 4 or 5 സീറ്റ് കിട്ടിയാൽ ഒട്ടും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിയമം ഉറപ്പിച്ച് പോരിനിറങ്ങിയ BJPക്ക് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ അവർക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മിടുക്കനായ സ്ഥാനാർത്ഥി കരമന ജയനെയാണ് ലഭിച്ചിരിക്കുന്നത്. ആ ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിലെ സമസ്ത മേഖലയിലും ചെറിയ ഏരിയയിൽ പോലും എല്ലാ മനുഷ്യരെയും കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി. 40-45 വർഷക്കാലമായി തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം നടത്തിയിട്ടുള്ള പൊതുപ്രവർത്തകൻ. അദ്ദേഹത്തിന് വിജയം സുനിശ്ചിതമാണെന്നും കൂടി പറയുന്നു. ഏതായാലും തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങളെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് 5 ഉയരുന്ന ഒരു കാഴ്ച. കൊല്ലത്ത്, ഒപ്പം തന്നെ ഈ പറയുന്ന പത്തനംതിട്ടയിൽ, ആലപ്പുഴയിൽ, ചെങ്ങന്നൂർ അടക്കം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. കോട്ടയത്ത് അങ്ങനെ പോകുന്നു. നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ഈ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലൊക്കെ ഒരു വിന്നിംഗ് സാധ്യത ഉണ്ടായിരുന്നു എന്ന് പലരും സംശയിച്ചിരുന്നെങ്കിൽ വലിയ മുന്നേറ്റം തന്നെയാണ് ആ സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥി നടത്തുന്നത്. മറ്റൊന്ന് തൃക്കാക്കരയാണ്. ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ളത് തൃക്കാക്കരയിലെ ഇലക്ഷൻ പ്രചരണം കണ്ടപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹത്തിന് കടം ചെല്ലാൻ കഴിയുന്നുണ്ട്, സാധാരണക്കാരോടൊപ്പം നിൽക്കാൻ കഴിയുന്നുണ്ട്, അവരുടെ വേദനകൾ മനസ്സിലാക്കി അത് ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്നുണ്ട്. ഒരു സ്മാർട്ട് ബോയ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തൃക്കാക്കര അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ട് തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥി മുൻപോട്ട് പോകുന്നത്. തൃശ്ശൂർ ഏതൊക്കെ വിജയമുറപ്പിച്ച രീതിയിൽ തന്നെയാണ് BJPയുടെ മുന്നേറ്റം. എല്ലായിടത്തും സമഗ്രമായ മുന്നേറ്റം. പാലക്കാട് ഒരുപക്ഷെ 1 അല്ല 2 സീറ്റിലേക്ക് BJP എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. മഞ്ചേശ്വരമല്ല കാസർഗോഡ് കൂടി പിടിച്ചുകൊണ്ട് BJPയുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് BJPക്കാരുടെ ലക്ഷ്യം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന പ്രവർത്തനം. അതായത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നേതാവ് എത്തിയപ്പോഴേക്കും BJP പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള ജോലികൾ അതുമാത്രം ചെയ്താൽ മതിയാകും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ 5ാമത്തെ 6ാമത്തെ ഒക്കെയാണ്. കാരണം കഴിഞ്ഞ 28 വർഷമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗം കാണുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് രംഗം കാണുന്ന ഒരാളാണ്. അതിൽ നിന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും, സിസ്റ്റമാറ്റിക് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇത് ഞാൻ ന്യൂസ് ഇന്ത്യ മലയാളത്തിന് പോയിന്റ്. നന്ദി, നമസ്കാരം.